മക്കളെ അമ്മയുടെ കൂട്ടുകാരി രമണിയില്ലേ, അവളെ മരുമോളെ പ്രസവിച്ച് കിടക്കണം നമ്മ പറഞ്ഞില്ലേ. അവിടെ ആ രമണിയുടെ മോൾ ഭർത്താവ് പോകുന്ന ചെന്ന് കിടക്കണം. മക്കളെ എന്തൊരു നാണക്കേടെന്ന് ആലോചിച്ചോക്കെ. എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് അയ്യേ എന്തൊരു ആൾക്കാരെന്ന് ആലോചിച്ചോക്ക്. ആ ചെറുക്കൻ എന്തിൻ്റെ കേടത്. കൊള്ളാമോ അങ്ങനെ പോവാൻ? പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 90 കഴിയാതെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അടുത്തോട്ട് വിടില്ല. വല്ലപ്പോഴും വന്നാൽ ഉമ്മറത്തിരുന്ന് കൊച്ചിനെ തള്ളയും കണ്ടിട്ടങ്ങ് പോവും. ഇപ്പൊ എന്തിനൊക്കെ നടക്കുന്നത് ഇതൊക്കെ? അയ്യോ എനിക്കയ്യ. ചേച്ചി പ്രസവിച്ച് കിടന്നപ്പോ അളിയൻ വന്നപ്പോ അമ്മ ഇതുപോലെ പറയാത്തത് മക്കളെ അതുപോലെ അല്ലടാ ഇത്. അതൊക്കെ അത് വേറെ, അതൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ട്. അത് ഇവിടത്തെ കാര്യമില്ല. അതുപോലെ തന്നെ രമണിയുടെ അവിടെ എല്ലായിടത്തും ഒരുപോലെ തന്നെ ചെറുക്ക ആ കൊച്ചിനെ വല്ലപ്പോഴും വന്ന് കാണാൻ വേണ്ടിട്ടൊക്കെ 90 ദിവസം ഇവിടെ നിന്നല്ലേ ഉള്ളൂ. ഇവിടെ സ്ഥിരതാമസമൊന്നും ആക്കിയില്ലല്ലോ. അതുപോലെ തന്നെ രമണി ചേച്ചിയോട് അതൊന്നും ശരിയായ കാര്യമൊന്നും അല്ല. അമ്മ ഇത് ഏത് കാലത്ത് ജീവിക്കണ അമ്മ? എല്ലായിടത്തും ഒരുപോലെ അല്ലേ? വേറൊരു കാര്യം ഓർത്തത്, വടക്കേലത്തെ ആ സുമലതയുടെ മോൾക്കില്ലേ വലിയ കൊമ്പത്തൊന്നും ആലോചന വന്നാൽ പിന്നെ കല്യാണം കഴിഞ്ഞോക്കളെ അമ്മയ്ക്ക് ചില സംശയമുണ്ട്. നേരത്തെ പ്രേമിച്ച് കിട്ടിയതാണോ എന്നൊരു സംശയമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആ പെണ്ണൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കട്ടെ കേട്ടോ മക്കളെ. ഹലോ, ആ മോളെ ഇത് തങ്കമണി അമ്മായിയാണ് കേട്ടോ മോളെ. ആ മോളെ കല്യാണത്തിന് അമ്മായി വരാൻ പറ്റിയില്ല മക്കളെ. ആ അമ്മായിക്ക് പനിയായിട്ട് കിടപ്പില്ലായിരുന്നു കേട്ടോ മക്കളെ. അമ്മായി വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. മക്കളെ സുഖമായിട്ടിരിക്കണ? എങ്ങനെയുണ്ട് ഭർത്താവിൻ്റെ വീട്ടില്? അമ്മായി അച്ഛൻ്റെ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല സ്നേഹത്തില്ല. പിന്നെ അമ്മായി എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് തന്നെ. ആണോ? അയ്യോ വലിയ സന്തോഷം കേട്ടാ മക്കളെ. തന്നെ. ഓ ശരി മക്കളെ. മക്കളെ വിശേഷം വല്ലോ ആയാ മക്കളെ? അല്ല അമ്മായിക്ക് അറിയാം കല്യാണം കഴിഞ്ഞ 1 മാസേ ആയുള്ളൂ എന്ന്. പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ പറയണ മക്കളും അവനും തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചിരുന്നു. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ മക്കളെ. നാട്ടുകാർ അസൂയ കല്യാണല്ലേ, അവ എന്തെങ്കിലുമൊക്കെ പറയും. അമ്മയ്ക്ക് അറിഞ്ഞൂടെ മക്കൾ അങ്ങനത്തെ സ്വഭാവക്കാരിയൊന്നും അല്ലെന്ന്. മക്കളെ ഭാഗ്യം കൊണ്ടല്ലേ മക്കൾക്ക് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിയത്. തങ്കം പോലത്തെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ. ശരി മക്കളെ, അമ്മായി വിളിക്കാം. ശരി. നല്ല സ്നേഹത്തിലൊന്നും നോക്കില്ലേ അവള്. എനിക്ക് സന്തോഷമായി. നല്ല അമ്മായി അച്ഛനും അമ്മായി അമ്മയൊന്നും പൈസക്കൊന്നും ഒരു കുറവുമില്ല. 2 ദിവസത്തേക്ക് ചോറൊന്നുമില്ലല്ലോ. അവളെ ഇനി അവളെ തള്ളേനെ തള്ളി 10 നമ്മള് കാണണമല്ലോ കുടുംബശ്രീ വന്നിരുന്നു. എന്നാലും പിള്ളേർ കാര്യം നോക്കണേ അങ്ങ് പുളിങ്കൊമ്പി തന്നെ കിട്ടി. ഇതൊരു പറയാനെന്ന് ആലോചിച്ചു. സന്തോഷിക്കാനുള്ള ഒരു വകയും ഇല്ല അവളെ. അല്ല പുറത്തോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടും. കമ്പനി CBCID നാട്ടിലെല്ലാരും പറയണുണ്ട്. CBCID പുതിയ കേസ് അന്വേഷിക്കുക എവിടെയാണോന്ന്. നീ നാട്ടുകാർ ഈ കുടുംബത്തിനെ പറ്റി വല്ലതും പറയട്ടെ. അവന്റെയൊക്കെ മുട്ടേനും തല്ലി ഒടിക്കും. തങ്കമണി ആരെന്ന് അവന്റെയൊക്കെ വിചാരം. തിരിച്ച് മുട്ടുകാല് ഒടിയായിരുന്നാ മതി. അമ്മ ഇനിയെങ്കിലും ഇത്തിരി ആഹാരം എടുത്താലോ, ഇനിയെങ്കിലും ചായ എന്തെങ്കിലും ഇരിക്കോ സമയം. മക്കളെ നില്ല മക്കളെ, അമ്മ മറ്റേ ഓമന ചേച്ചിയെ ഒന്നും കൂടെ വിളിച്ചിട്ടേ അവർക്കൊരു കുത്ത് കൊടുത്തിട്ട് വരാം കേട്ടാ. പോ.